നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കഴിഞ്ഞ ദിവസമാണ് സമൻസ് അയച്ചിരിക്കുന്നത്. അതിനിടയിൽ മാസപ്പടിയിൽ SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും, അതായത് നാളെ. ഇനി വെറും മണിക്കൂറുകൾ മാത്രം. രാവിലെ 10:30 ആദ്യ കേസായി തന്നെയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. ജസ്റ്റിസ് M നാഗപ്രസന്നയാണ് ഈ കേസ് പരിഗണിക്കുക. അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണ് എന്നാണ് ഹർജിയിൽ പറയുന്നത്. കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നാളെ രാവിലെ 10:30. അതുപോലെ തന്നെ SFIO അയച്ച സമൻസ്. SFIO സമൻസ് അയച്ചാൽ അതിനുശേഷം പിന്നീട് ഒരുപക്ഷെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പരിശോധനയ്ക്കോ എത്തും. ഇനി ഈ ഘട്ടത്തിൽ വീണയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കുമെന്ന് കൃത്യമായി തന്നെ പറയുകയാണ് നമ്മുടെ നാട്ടിലെ പൊതുജനം. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും വിശദീകരിക്കുകയും കൃത്യമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെന്ന് ഇപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ വ്യക്തമാവുകയാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പലരെയും ചോദ്യം ചെയ്യലിനും ഒക്കെ തന്നെ വിളിപ്പിക്കുമ്പോൾ പ്രധാനമായും തന്നെ അവർക്കൊരു പക്ഷേ അസൗകര്യം ഉണ്ടായിരിക്കാം, ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടും. അതുപോലെ തന്നെ ഇന്ന് തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്നു. അങ്ങനെ പല കാരണങ്ങൾ. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കോവിഡ് സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ടെന്നും ഉടനെ തന്നെ ICUവിൽ അഡ്മിറ്റ് ആകാൻ സാധ്യതയുണ്ടെന്നും ഒരാൾ പറയുകയാണ്. പറഞ്ഞത് വേറെ രീതിയിലല്ല, കമന്റായാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ആ ചില കമന്റുകൾ ഇങ്ങനെയാണ്: അടുത്ത സ്റ്റെപ്പ്, വീണയ്ക്ക് കോവിഡ് സ്ഥിരീകരിക്കും. SFIOയ്ക്കെതിരെ കേരള പോലീസ് കേസെടുക്കും. വീണയുടെ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചതിന് ബാലാവകാശ കമ്മീഷന്റെ കേസ്. സഖാക്കളുടെ കരിങ്കൊടി പറ്റിയാൽ SFIO അധ്യക്ഷനെതിരെ ഒരു പീഡന കേസ് ഉടൻ പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഇതൊരു കമന്റായി നമുക്ക് കണ്ടാലും ഇതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. മറ്റു ചില രസകരമായ കമന്റുകൾ ഇങ്ങനെയാണ്: പിണറായി അധികാരത്തിൽ കയറിയ അന്ന് തന്നെ നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞതാണ് പിണറായിയുടെ പതനം മോളുടെ വകയായിരിക്കുമെന്ന്. മകൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിന്റെ മൂല്യങ്ങൾ കാറ്റിൽ പറത്തിയ സഖാവ്. ഈ പണ്ടാരക്കാലിനും കുടുംബവും ഈ നാട് മുടിപ്പിക്കാതെ ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു, ജനങ്ങൾ രക്ഷപ്പെട്ടേനെ എന്നും പറയുന്നുണ്ട് ചിലർ. വിജയൻ സാർ ജയിലിൽ പോകുമെന്ന് പറഞ്ഞ കേജ്രിവാളാണ് എന്റെ ഹീറോ. ഒന്നും നടക്കില്ല, ഹൈക്കോടതി രാഷ്ട്രീയക്കാരുടെ കോട്ടയാണ്, ഒരു നാടക കഥ കഴിഞ്ഞതേ ഉള്ളൂ എന്നും ചിലർ പറയുന്നുണ്ട്. മകൾക്ക് വേണ്ടി പ്രസ്ഥാനത്തെ കുരുതി കൊടുത്ത മഹാൻ എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് മറ്റു ചിലർ. എത്ര സമൻസല്ല, എത്ര കേസായാലും എന്ത് വിശേഷവും നമുക്ക് പറയാം എന്ന് മാത്രമല്ല, ഇനിയെങ്കിലും കോടതി കനിഞ്ഞാൽ മതി, ജനങ്ങൾ രക്ഷപ്പെട്ടേനെ എന്നും പറയുന്നു. സൂര്യനും സൂര്യപുത്രിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തി ഉണ്ടാക്കിയത് മുഴുവനും പൊതുജനത്തിന് വീതിച്ചു കൊടുക്കണമെന്നും പറയുന്നുണ്ട് മറ്റു ചിലർ. മനുഷ്യത്വരഹിതമായ എത്രയോ പ്രവർത്തനങ്ങൾ ചെയ്ത, മനസ്സിൽ ആനന്ദം ആസ്വദിച്ച ഒരു വ്യക്തിയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. താങ്കൾ മകളുടെ പേരിൽ മനസ്സ് വേദനിക്കുന്ന വ്യക്തിയായി മാറി. അത് താങ്കൾ അനുഭവിച്ചു തന്നെ തീരണം. അത്രയ്ക്ക് നീചനാണ് താങ്കളെന്ന് മറ്റു ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊരു വൃത്തികെട്ട കുടുംബം ഒരിക്കലും ഗുണം പിടിക്കാതെ പോകട്ടെ എന്ന് ഹൃദയം പൊട്ടി പറയുന്നവരും കുറവല്ല. ചുരുക്കി പറഞ്ഞാൽ നാട് ഭരിക്കാൻ ഇവർക്ക് സമയമില്ല. കട്ട പൈസയുടെ കേസ് തീർക്കാൻ. ഇതൊക്കെ തന്നെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചോദ്യമാണ്. മറ്റൊരു കമന്റ് നോക്കിക്കഴിഞ്ഞാൽ, പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഭാര്യ, പറയാൻ പറ്റാത്ത എന്ത് സേവനമാണ് ഇത്രയും കാശ് വാങ്ങിക്കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഒരുത്തൻ എല്ലാം സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. റിട്ടയർഡ് അധ്യാപിക എന്ന നിലയ്ക്ക് പെൻഷൻകാർക്കുള്ള ചികിത്സാ പദ്ധതിയായ മെഡിസെപ്പ് പ്രകാരം ചികിത്സാ ചെലവ് ലഭ്യമാകുന്നിരിക്കെ സർക്കാർ പണമെടുത്ത കുറ്റകരമായ ധൂർത്തും അഴിമതിയും തന്നെ നടത്തുന്നു. കഴിഞ്ഞ ദിവസം ഈ കമല വിജയന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് 2.5 ലക്ഷം രൂപ അനുവദിച്ച ഒരു വാർത്ത വന്നിരുന്നു. അതിനെതിരെയാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത്. കമലയുടെ ചികിത്സയ്ക്ക് എന്ന പേരിൽ ഖജനാവിലെ പണമെടുത്ത് മകൾക്ക് കമ്പനി തുടങ്ങാൻ ചിലവാക്കി എന്നും പറയുന്നുണ്ട്. എന്ത് ചെയ്യാൻ, ജീവനിൽ കൊതിയുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ സഹിക്കുക. അപ്പം കൊടുത്ത് പുട്ടും വാങ്ങും, അതാണ് ഇവരുടെ ബിസിനസ്. 2018 വിശ്വാസികളുടെ വിശ്വാസത്തോട്ട് കളിച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് ഇവരുടെ കലികാലം. കൈനീട്ട് പണം പറ്റിയതല്ലാതെ പണം നൽകി ശീലമില്ലാത്തൊരു കുടുംബം, സർക്കാർ ചെലവിൽ സുഖവാസം. എന്തായാലും അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത്തരം ഒരു ഫ്രോഡ് ഫാമിലിയെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് ചിലർ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നാളെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാണ്. കാരണം നമ്മൾ ഇത്രയും നാളും കണ്ട് ശീലിച്ചത് ഇങ്ങനെയാണ്. നോട്ടീസ് അയക്കുന്നു, ചോദ്യം ചെയ്യാനായി നോട്ടീസ് അയക്കുമ്പോൾ ഈ പറ്റുന്നില്ല, വരാൻ പറ്റുന്നില്ല, പല കാരണങ്ങൾ പറയുന്നു. പലർക്കും കോവിഡ് ഉണ്ടാകുന്നു, അതിനുശേഷം പല ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാകുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീണ വിജയന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിക്കുമെന്നാണ് ഇവിടുത്തെ പൊതുജനം പറയുന്നത്. അതങ്ങനെ തന്നെ ചിലപ്പോൾ സംഭവിക്കാനും സാധ്യതയേറെയാണ്.